വൈറ്റ് പേപ്പറിൻ്റെ രാഷ്ട്രീയം ബഡ്ജറ്റിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള പുതിയ സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാട്, ആ മാതിരി കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ഒരു 10-15 മിനിറ്റ് കൊണ്ട് മാക്സിമം കടം, ഡെറ്റ്, ഡെഫിസിറ്റ്, ധനക്കമ്മി, ഡെവലപ്മെൻറ്റ്, വികസനം, ഈ 3 കാര്യങ്ങളെക്കുറിച്ചും ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതും ബാങ്കിലെ ട്രഷറി വിഭാഗത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന സമയത്ത് സർക്കാർ കടപ്പത്രങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ GSEC എന്ന് പറയുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ, ആ മാർക്കറ്റിൽ മിക്കവാറും വാണിജ്യ ബാങ്കുകളാണ് കടപ്പത്രം, സർക്കാരിൻ്റെ കടപ്പത്രത്തിൽ നിക്ഷേപം നടത്തുന്നത്. അതായത് കേന്ദ്ര സർക്കാർ വായ്പ എടുക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് പൊതുവെ 2 മാർഗങ്ങളാണ് ഈ വായ്പ എടുക്കാനായിട്ടുള്ളത്. ഒന്ന്, ദീർഘകാല ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെനർ അല്ലെങ്കിൽ കാലയളവ് സാധാരണ 10 വർഷം, പക്ഷെ അടുത്ത കാലത്തായി 20 വർഷത്തിൻ്റെ കടപ്പത്രം കേന്ദ്ര ഗവൺമെൻറ് ഇറക്കുന്നുണ്ട്, 40 വർഷത്തിൻ്റെ ഇറക്കുന്നുണ്ട്, 50 വർഷത്തിൻ്റെ കടപ്പത്രവും കേന്ദ്ര സർക്കാർ ഇറക്കി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വേണം ആക്ച്വലി 50 വർഷത്തിൻ്റെ കടപ്പത്രം കേന്ദ്ര സർക്കാർ ഇറക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആ കടപ്പത്രങ്ങളിൽ നിക്ഷേപം നടത്തുന്നത്, ആ കടപ്പത്രം സാധാരണ രീതിയിൽ പറഞ്ഞാൽ വാങ്ങുന്നത് ബാങ്കുകളാണ്. പൊതുമേഖലാ ബാങ്കുകൾ പ്രധാനമായും, സ്വകാര്യ മേഖലാ ബാങ്കുകളുമുണ്ട്. സ്വകാര്യ മേഖലാ ബാങ്കുകൾ നിക്ഷേപം നടത്തുന്നത് ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് നിർണയിക്കാം, നിക്ഷേപമായി സ്വീകരിക്കുന്ന 100 രൂപയിൽ RBI നിയമപ്രകാരം തന്നെ ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും, RBIയുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ ബാങ്കുകളും 18 രൂപയെങ്കിലും മിനിമം സർക്കാർ കടപ്പത്രങ്ങളിൽ നിക്ഷേപം നടത്തിയിരിക്കണം. സർക്കാർ കടപ്പത്രം എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കടപ്പത്രം, സംസ്ഥാനത്തിൻ്റെ SDL, മാർക്കറ്റിൽ പൊതുവെ പറയുന്നത് രണ്ടും ഒന്ന് തന്നെ. കേന്ദ്രത്തിൻ്റെ കടപ്പത്രത്തിന് മാർക്കറ്റിലുള്ള നാമകരണം GSEC എന്നാണെങ്കിൽ സംസ്ഥാന സർക്കാരുകളുടെ കടപ്പത്രത്തിൻ്റെ പേര് SDL, സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ലോൺസ്. 100 രൂപ നിക്ഷേപം എടുത്താൽ 18 രൂപ ഈ കടപ്പത്രങ്ങളിൽ നിർബന്ധമായും നിക്ഷേപം നടത്തണം. ബാക്കി ഇനിയിപ്പോൾ കൂടുതൽ ആർക്കെങ്കിലും നിക്ഷേപം നടത്തണമെന്നുണ്ടെങ്കിൽ അതിൽ നിയന്ത്രണങ്ങളൊന്നുമില്ല. ആക്ച്വലി നമ്മളിപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ബാങ്കുകളുടെ പക്കലുള്ള മൊത്തം കടപ്പത്ര ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ തോത് നോക്കിയാൽ 18 നടത്തിയാൽ മതി. പക്ഷേ ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളുടെയും മൊത്തം ഒരു കാര്യം ഇതിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും സർക്കാർ കടപ്പത്രം ഇറക്കിയാൽ ആ കടപ്പത്രത്തിൽ നിക്ഷേപിക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ലോജിക്കലായിട്ട് കടപ്പത്രത്തിൽ 18% മതി എന്നുള്ള നിർദ്ദേശമുള്ളപ്പോൾ മാർക്കറ്റ് അല്ലെങ്കിൽ എല്ലാ ബാങ്കുകളും കൂടി 25 അല്ലെങ്കിൽ 26%, ഞാൻ 25-26 കൺസർവേറ്റീവ് ആണ്, ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും, എനിക്ക് തോന്നുന്നത് 27 28 എന്തോ ആയിക്കൊള്ളട്ടെ. പറഞ്ഞു വന്നത് 18 അഗൻസ്റ്റായിട്ട് ബാങ്കുകൾ 25% ഓഫ് നിക്ഷേപമെങ്കിലും ഈ കടപ്പത്രങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇനി കടം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു വാക്ക് മാത്രം എടുത്താൽ എന്തുകൊണ്ടാണ് നാം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ കടം വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഫാക്ടറാണ്, പ്രധാനമായ ഒരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പൊതു ചർച്ചകളിലും TV ചർച്ചകളിൽ ഉൾപ്പെടെ ഈ പൊതുകടം എന്നൊക്കെ പറയുമ്പോൾ
എനിക്ക് തോന്നുന്നത് പരിചയമില്ലായ്മ കൊണ്ടോ അതോ മനഃപൂർവ്വമാണോ എന്ന് എനിക്കറിയില്ല. ആ കടത്തിൻ്റെ തോത് ഓൺ എ സ്റ്റാൻഡ് അലോൺ ബേസിസ് ഫിഗർ എടുത്തിട്ട് അത് തന്നെ വലിയ, അതായത് നമുക്കെങ്ങനെ താങ്ങാൻ പറ്റും, കേരളത്തിലെ ഓരോ പൗരൻ്റെയും, അത് കേട്ടിട്ടുള്ളതാണ്. ഈ ഞാൻ പറയുന്നതെല്ലാം നമ്മുടെ ചർച്ചകളിലും പൊതുവേദികളിലും നമ്മുടെ സാമ്പത്തിക ഇവിടുത്തെ ഞാൻ അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ആളല്ല. പക്ഷെ യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അതെന്തായാലും നമ്മുടെ വൈറ്റ് പേപ്പറിലടക്കം ആ എക്സിക്യൂട്ടീവ് സമ്മറി നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പേജിൽ തന്നെ ഒരു വാചകം, ദ സ്റ്റേറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് ഓർ ഡെറ്റ്, അതേ വാക്കുകളല്ല, അർത്ഥം ഇത്, സ്റ്റേറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് ഈസ് 5.07 lakh crore. ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ അതിൽ. അപ്പോൾ വൈറ്റ് പേപ്പർ റിലീസ് ചെയ്ത ദിവസം മാധ്യമങ്ങളെല്ലാം, TV ചാനൽസ് പ്രധാനമായിട്ടും, കേരളത്തിൻ്റെ കടം 5,07,000 കോടി. എനിക്ക് തോന്നുന്നു സാധാരണ ഈ ധനകാര്യ മേഖലയെക്കുറിച്ച് അധികം പരിചയമില്ലാത്ത ആൾക്കാർ, ഞാനിതിനെക്കുറിച്ച് നോളജെന്ന് പോലും പറയില്ല, കാരണം അതിനേക്കാളും വളരെ അധികം പ്രാധാന്യമുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്ന ധാരാളം പേര് എനിക്ക് പരിചയമുള്ള ആൾക്കാർ, ഉദാഹരണത്തിന് എൻ്റെ ഒരു വനിതാ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിങ്ങിൽ കണ്ട ആളാണ്. അവർ കുടുംബശ്രീയുടെ CDS അല്ലേ, സത്യം പറയായിരുന്നു, നമ്മളിപ്പോൾ ബാങ്കിൽ ജോലി ചെയ്യുന്നു, ഈ കടപ്പത്രത്തിനെ കുറിച്ച് അറിയാം, 1,00,000 കോടി എത്രയാണെന്ന് അറിയാം. 1,00,000 കോടിയിൽ എത്ര പൂജ്യമുണ്ടെന്ന് ശ്രീമതി ഇന്ദുവിനോട് ചോദിച്ചാൽ ഒരുപക്ഷെ ഉടൻ ഉത്തരം പറയാൻ സാധിക്കില്ല. ബട്ട് ഐ ആം കൺവിൻസ്ഡ് നമ്മുടെ കുടുംബശ്രീ സ്ട്രക്ചറിൽ, ഏത് പാർട്ടിയും ആയിക്കോട്ടെ, കുടുംബശ്രീ സ്ട്രക്ചറിൽ രാജ്യനന്മയ്ക്ക് വേണ്ടി, പൊതുനന്മയ്ക്ക് വേണ്ടി, സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി നടത്തപ്പെടുന്ന SHG ലോൺ, അതാണല്ലോ മൈക്രോ ഫിനാൻസ് ലോൺസ്, അതിൻ്റെ പലിശ സബ്വെൻഷനൊക്കെ കംപ്ലീറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അവിടെ നിൽക്കട്ടെ, കേരളത്തിൽ പക്ഷേ അതിനെ ഒന്ന് വിപുലീകരിച്ച് കുടുംബശ്രീയുടെ സ്വാധീനം ഏകദേശം സകല മേഖലകളിലും വ്യാപിപ്പിക്കാനായി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് സ്റ്റേറ്റിൻ്റെ ഫണ്ട്സ് ഉപയോഗിച്ച് അംഗീകാരം കൊടുത്ത് അതിനെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് വരെ മാതൃകയായി ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഇനിയിപ്പം രാഷ്ട്രീയ പാർട്ടി ഒക്കെ കേരളത്തിലെ എല്ലാവർക്കും കൂടി സാധിച്ചു. വ്യക്തിപരമായിട്ട് എനിക്കറിയാം, മറ്റുള്ള സംസ്ഥാനങ്ങളിലെ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളടക്കം പിന്നീട് വന്നിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളും കുടുംബശ്രീയെ ഒരു മോഡലാക്കി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മാത്രവുമല്ല, അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും കുറഞ്ഞ ഡിഫോൾട്ട് ഉള്ള പോർട്ട്ഫോളിയോ, അതായത് NPA അല്ലെങ്കിൽ കിട്ടാക്കടം ഏറ്റവും കുറഞ്ഞ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അത് ഈ NRLM അല്ലെങ്കിൽ ദീൻ ദയാൽ അന്ത്യോദയ യോജന 1-2%, ലേറ്റസ്റ്റ് അല്ല, ഞാൻ കുറേ കാലം ആക്റ്റീവ്, 1-2% മാത്രമേ അതിൽ ഡിഫോൾട്ട് റേഷ്യോ വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഈ കടത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് സംഭവിച്ചത് ഈ 5 ലക്ഷം കോടിയോ ഇത്രയും കടം എങ്ങനെ താങ്ങാൻ പറ്റും? അടുത്ത സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, 5 ലക്ഷം കോടി പിന്നെ തുടങ്ങിയപ്പം LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ എത്ര ഫിഗറായിരുന്നു? സത്യം പറയട്ടെ, ഈ മാർക്കറ്റിനെ കുറിച്ച് അറിയാവുന്ന ഒരാളായതുകൊണ്ട് ഈ ഫിഗറൊന്നും ഞാൻ ഓർക്കാറുമില്ല, അത്രയ്ക്ക് പ്രസക്തവുമല്ല. ഇനി വാദത്തിന് വേണ്ടി 2 ലക്ഷം കോടി ആയിരുന്നു വിചാരിക്കുക. 2 ലക്ഷം കോടി 5 ലക്ഷം കോടി ആയാൽ എന്താ കുഴപ്പം? കാരണം വൈറ്റ് പേപ്പർ, തമിഴ്നാട്ടിൽ വൈറ്റ് പേപ്പർ വന്നുവല്ലോ. നമ്മളെ ഈ വൈറ്റ് പേപ്പർ വന്ന സമയത്ത് തന്നെ ഗവൺമെൻറ് മാറിയപ്പോൾ തമിഴ്നാട്ടിലും വൈറ്റ് പേപ്പർ ഇറക്കി. വായിച്ചു നോക്കൂ, 12 ലക്ഷം കോടി എന്തുവാണ് തമിഴ്നാടിൻ്റെ കടം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇതിന് മറുവാദം ഇല്ല, കടത്തിൻ്റെ തോത് മാത്രമല്ല, ധനക്കമ്മി, കടം ടു SDP സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ എത്ര ശതമാനമാണ് സംസ്ഥാനത്തിൻ്റെ കടം, അതൊക്കെ നോക്കൂ. മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളും നമ്മുടെ കടത്തിൻ്റെ തോത് ഇൻ റിലേഷൻ ടു ആഭ്യന്തര ഉൽപ്പാദനം വളരെ കൂടുതലാണ്. ഒറീസ 20% ഉള്ളൂ. വേണമെങ്കിൽ ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനം ഉള്ള ഇതേ റേഷ്യോ. നമ്മുടെ കടത്തിൻ്റെ തോത് ഇൻ റിലേഷൻ ടു സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് 34-35 ആയിക്കൊള്ളട്ടെ, ആണെങ്കിൽ അംഗീകരിക്കുന്നു
ഇതിനേക്കാളും കുറഞ്ഞ കടത്തിൻ്റെ തോതുള്ള സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഈ സംസ്ഥാനങ്ങളുടെ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, മറ്റേ ചൈൽഡ് മോർട്ടാലിറ്റി, അല്ലെങ്കിൽ മെറ്റേണിറ്റിയിൽ ത്രൂ ഹോസ്പിറ്റൽസ്, അങ്ങനെ ഏത് കണക്ക് എടുത്താലും നമ്മൾ മെച്ചപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. കൂടാതെ ഞാൻ ഇന്ന് രാവിലെ നോക്കിയ കണക്ക് നിങ്ങൾക്കും ഒന്ന് നോക്കുക. ഹോസ്പിറ്റൽ ബെഡ്സ് പെർ 1 lakh ഓഫ് പീപ്പിൾ, 1,00,000 ആൾക്കാർക്ക് എത്ര ആശുപത്രി കിടക്കകളുണ്ട് എന്നുള്ള കണക്ക് ഒന്ന് ഒറീസയിൽ എത്രയുണ്ട്, കേരളത്തിൽ ഇത്രയുണ്ടെന്നുള്ളൊരു കമ്പാരിസൺ നടത്തൂ. 1,00,000 കുട്ടികൾക്ക് എത്ര സ്കൂളുകളുണ്ട് ഒറീസയിൽ അല്ലെങ്കിൽ ബീഹാറിൽ, കേരളത്തിൽ എത്രയുണ്ടെന്ന് ഒന്ന് കണക്ക് നോക്കൂ. ഈ മാതിരിയുള്ള ഒരു സ്ട്രക്ചർ കേരളത്തിലെ പോലത്തെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഓൾ അതർ ആസ്പെക്ട്സ് ഓഫ് നമ്മുടെ സോഷ്യൽ വെൽഫെയർ ചില പാകപ്പിഴകളൊക്കെ ഉണ്ടാവും. ഇന്നും ഒരു വാർത്ത വന്നില്ലേ, എന്താണ്, ഒരാളുടെ കാലിൽ സൂചി എടുക്കാൻ വിട്ടുപോയി, കത്രിക വെച്ചു. ഇതെല്ലാം അത്ര പെർഫെക്റ്റായിട്ടല്ല നമ്മുടെ മൊത്തത്തിലുള്ള പ്രവർത്തനം തന്നെ. ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നം. പറഞ്ഞു വന്നത് എന്തായാലും സോഷ്യൽ, എഡ്യൂക്കേഷണൽ, മെഡിക്കെയർ സെക്ടേഴ്സിൽ കേരളത്തിൻ്റെ അച്ചീവ്മെൻറ്റും കേരളത്തിലെ സംവിധാനങ്ങളും ഒക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല. എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് വെച്ചാൽ, ഈ ധനക്കമ്മിയുടെ കാര്യം വരുമ്പോൾ പറയുന്നത് ധനക്കമ്മി കുഴപ്പമില്ല. അപ്പം കടം 5 ലക്ഷം, തമിഴ്നാടിൻ്റെ ഞാൻ പറഞ്ഞ പോലെ 12 ലക്ഷം. ഞാൻ പിന്നെ ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടി ഒരു ഫിഗർ കൂടി ഞാൻ പറയാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ, കേന്ദ്ര സർക്കാരിൻ്റെ മൊത്തം കടം 200 ലക്ഷം കോടി. മാർച്ച് 25 ഇത്തവണത്തെ ബഡ്ജറ്റിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഫിഗർ 214 ലക്ഷം കോടി. മാർച്ച് 2027 ആവുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാത്രം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മാത്രമായിട്ടുള്ള പൊതുകടം 214 ലക്ഷം കോടിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ലോജിക്കലായിട്ടുള്ള യുക്തിയുക്തമായ ഒരു ഡിസ്കഷനിൽ, ചർച്ചയിൽ നാം അതും കൂട്ടി ഈ പെർ ക്യാപിറ്റ കടത്തിൻ്റെ തോതിൽ കൂട്ടേണ്ടതല്ലേ? വെറുതെ കേരളത്തിൻ്റെ 5 ലക്ഷം എടുത്തിട്ട് ഓരോ കുട്ടിയുടെയും തലയിൽ 1,45,000 വരുന്നു. കണക്ക് ശരിയാണ്. പക്ഷേ ഈ 214 ലക്ഷം കോടി 140 കോടി ഇന്ത്യക്കാരുടെ മൊത്തം തുകയാണ് കടം, അല്ലേ? ആ കടം കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ ചേർക്കണ്ടേ? അപ്പോൾ എവിടെ ചെന്ന് നിൽക്കും നമ്മുടെ കടത്തിൻ്റെ ഒരു ആശങ്ക? ശരിക്കും പറഞ്ഞാൽ എന്താണല്ലോ അന്താരാഷ്ട്ര തലത്തിൽ എന്താണ് നടക്കുന്നത്? എല്ലാ രാജ്യങ്ങളും ഒരു എക്സെപ്ഷൻ ഇല്ലാതെ വികസനത്തിന് വേണ്ടി ഡെഫിസിറ്റ് ഫിനാൻസിങ്, കമ്മി ബഡ്ജറ്റിംഗ് എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിലെ എല്ലാ ഗവൺമെൻറ്റുകളും എല്ലാ രാജ്യങ്ങളും അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പോളിസി മാത്രമാണ്. ഇനി അഥവാ ഏതെങ്കിലും ഒരു രാജ്യം 2-3 വർഷം സർപ്ലസ്, കമ്മി അല്ല സർപ്ലസ്, അതായത് കൂടുതൽ തുക ജനറേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സിംഗപ്പൂർ പോലത്തെ രാജ്യങ്ങളുണ്ടായേക്കാം. പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു കാലഘട്ടം 8 വർഷം 10 വർഷം എന്നുള്ള ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഗവൺമെൻറ്റുകളും വികസനത്തിന് വേണ്ടി പൈസ ഇല്ലെങ്കിൽ ഡെഫിസിറ്റ് ഫിനാൻസിങ് തന്നെയാണ് ടൂൾ. ഒന്ന്, അപ്പോൾ ഡെഫിസിറ്റ് ഫിനാൻസിങ് നമുക്ക് അക്സെപ്റ്റബിൾ ആവും. 2-3% 3% എന്ന് പറയുന്ന സാമ്പത്തിക, ഇവിടെ തന്നെ എത്രയോ പേരുണ്ടാവും തീർച്ചയായിട്ടും വളരെ അക്കാഡമിക്കായിട്ട് സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുള്ള, ഓഫ് കോഴ്സ് ഡോക്ടർ തോമസ് ഐസക് സാറിനെ അറിയാൻ പരിചയവും നോളജും ഒക്കെ കൂടി. ഈ 3% എന്നുള്ളതിന് എന്തെങ്കിലും ഒരു ലോജിക്കൽ ബേസിസ് ഉണ്ടോ? ഏതെങ്കിലും ഒരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ടോ അതിന്? എവിടെ നിന്ന് കിട്ടി ഈ 3%? പല വേദികളിലും ചോദിച്ചപ്പോൾ, ഞാൻ ഒരു 5 മിനിറ്റ് എടുക്കാം, സോറി, വേദികളിൽ ചോദിച്ചപ്പോൾ പരമാവധി മനസ്സിലാക്കാൻ സാധിച്ചത് യൂറോപ്യൻ യൂണിയൻ ഇൻ്റഗ്രേഷൻ, അത് മിയർലി ഒരു ഫ്രീ ട്രേഡ് സോൺ മാത്രമല്ല. യൂറോപ്യൻ യൂണിയൻ്റെ ഘടന
തമ്മിൽ കച്ചവടത്തിന് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് മാത്രമല്ല, നമുക്കറിയാമല്ലോ, ഒറ്റ കറൻസി 1999 ജനുവരി 1, 1999 ഡോയിഷ് മാർക്ക് ഇല്ലാതായി, ഫ്രഞ്ച് ഫ്രാങ്ക് ഇല്ലാതായി, ഇറ്റാലിയൻ ലീറ ഇല്ലാതായി. 20-21 രാജ്യങ്ങൾ ഇനി യൂറോ എന്നുള്ള ഒരു കറൻസി മാത്രം നമുക്ക് മതി. ആ തീരുമാനത്തിലെത്തുമ്പോൾ സ്വാഭാവികമായും അതിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും പൊതുഘടന അല്ലെങ്കിൽ പൊതുവെയുള്ള അപ്രോച്ച് വേണ്ടിവരും. അപ്പോൾ അന്ന് തീർച്ചപ്പെടുത്തിയ ഒരു ധനക്കമ്മി ടാർഗറ്റാണ് ഇന്നും ദേ ആർ അഡ്ഹിയറിങ് ടു ഇറ്റ്. 3%. GDP-യുടെ 3% കൂടുതൽ ഒരു രാജ്യവും അവരുടെ ധനക്കമ്മി കൂട്ടാൻ പാടില്ല. കാരണം ഒറ്റ കറൻസി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു രാജ്യം ധനക്കമ്മി 4-5 ആക്കുകയും മറ്റെല്ലാവരും 3 എന്ന നിലവാരത്തിൽ നിൽക്കുകയും ചെയ്താൽ സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അതൊരു അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഒരു രാജ്യത്തിന് കൊടുക്കും. അവരവരുടെ നാഷണാലിറ്റി ദേ ഹാവ് നോട്ട് ഗിവൺ അപ്പ്. ഇതൊരു ഫിനാൻഷ്യൽ ഇൻറ്റഗ്രേഷൻ. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി എന്നുള്ള രാഷ്ട്രങ്ങളും ആ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും നിലകൊള്ളുന്നു. അവർ ഒളിമ്പിക്സിലെല്ലാം ഒളിമ്പിക്സ് ഫുട്ബോളിൽ പ്രത്യേക രാജ്യമായിട്ട് തന്നെ കളിക്കളങ്ങളിൽ ഇറങ്ങുന്നു. അതുകൊണ്ട് ഈ 3% കൊണ്ടുവന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഈ 3% എന്നുള്ളതിന് അങ്ങനത്തെ ഒരു ഈ സെക്രഡ് എന്ന് പറയുമല്ലോ, വളരെ പരിഭാവനത ഇല്ല അതിന്. അപ്പോൾ 3% ആയിക്കൂടെ, 4% ആയിക്കൂടെ, ആ ഒരു കാര്യം വരുമ്പോഴാണ് നമുക്ക് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഇന്ത്യയിലെ അഗെയിൻ രാഷ്ട്രീയം, പ്ലീസ് ഇതിൽ രാഷ്ട്രീയം കാണരുത്, കേന്ദ്രവും സംസ്ഥാനങ്ങളും എന്ന് തന്നെ ഞാൻ പറയുന്നു. ഇന്നത്തെ നിലവാരത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു റിയാലിറ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് 3% കവിഞ്ഞ് ധനക്കമ്മി കൂടാൻ പാടില്ല അവർ നിഷ്കർഷിക്കുന്നു. ആർട്ടിക്കിൾ 293 പ്രകാരം റിസർവ് ബാങ്കിനെയാണ് സംസ്ഥാനങ്ങൾ കടം എടുക്കണം തോന്നുമ്പോൾ സമീപിക്കുന്നത്. കാരണം ഡെറ്റ് മാനേജർ എന്ന് പറയുന്നത് കേന്ദ്ര ബാങ്കാണ്. റിസർവ് ബാങ്ക് അപ്പോൾ സംസ്ഥാനങ്ങളോട് പറയുന്നത് ഒരേ ഒരു കാര്യം, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ എടുക്കാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൺസെൻറ്റ്. പ്രാക്ടിക്കലി ഇതാണ് സംഭവിക്കുന്നത്. സംസ്ഥാനം RBIയോട് കടത്തിന് വേണ്ടി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കറിയാം ആ കൺസെൻറ്റ് കൂടി മേടിച്ചിട്ട് RBIയോട് ചെന്ന് കഴിഞ്ഞാൽ RBI വിൽ റേസ് ദ ഫണ്ട്സ് ഫ്രം ദ മാർക്കറ്റ്. പക്ഷേ നമ്മുടെ കറണ്ട് റിയാലിറ്റി എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനക്കമ്മി കോവിഡിന് ശേഷം 9.2 അല്ലെങ്കിൽ 9.1 ആയിരുന്നു. 9.1 or 9.2 ആയിരുന്നു. ഫാക്ച്വലാണ്, ഒബ്ജക്റ്റീവാണ്. ആ 9.2 ധനക്കമ്മി കൊണ്ടു നടന്ന കേന്ദ്രം നമ്മുടെയും എൻ്റെയും നിങ്ങളുടെയും ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ധനക്കമ്മി 9.2 ആദ്യം കോവിഡ് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം. കാരണം ആത്മനിർഭർ പാക്കേജ് പോലെ 20 ലക്ഷം കോടിയുടെ പാക്കേജൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കയ്യിൽ കാശില്ലായിരുന്നു, വലിയ ഒരു ഡെഫിസിറ്റ്. അവിടുന്ന് കുറഞ്ഞത് 6 ആയി, 5 ആയി, 4.4 അല്ലെങ്കിൽ 4.3 എന്നുള്ള സംസ്ഥാനങ്ങളെക്കാളും ഉയർന്ന നിലവാരത്തിൽ 9 നിന്നും കുറഞ്ഞെങ്കിലും 4.4, 4.3 എന്നുള്ള നിലവാരത്തിലാണ് കേന്ദ്രത്തിൻ്റെ ധനക്കമ്മി നിൽക്കുന്നത്. ലെജിസ്ലേഷൻ എന്താണ്? കാരണം ഇവിടെ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ഫ്രണ്ടിലുണ്ട്. FRBM ആക്ട് 2003 കേന്ദ്രത്തിൻ്റെ ധനക്കമ്മി 3% ടാർഗറ്റ് ആക്കണം എന്നുള്ള ടാർഗറ്റ് ഫിക്സ് ചെയ്തു. ഒരു ടൈം ലൈനും അതിനുവേണ്ടി അഡോപ്റ്റ് ചെയ്തു. പക്ഷേ 2003 തൊട്ട് 2026 വരെയുള്ള കേന്ദ്രത്തിൻ്റെ ധനക്കമ്മി ഫിഗേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം മാത്രമാണ് ഈ 3% ധനക്കമ്മിയിൽ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ധനക്കമ്മി നിലനിർത്തുവാൻ സാധിച്ചത്. ഒരേ ഒരു വർഷം. ബാക്കി എല്ലാ വർഷവും ഈ 3% പാലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കറണ്ട് ഇതിപ്പം ഞാൻ പറയുന്നത് ആസ് വി സ്പീക്ക് 4.3 അല്ലെങ്കിൽ 4.4. എൻ്റെ ഒരു സംശയം, ഞാൻ തറപ്പിച്ചതും പറയുന്നില്ല, കാരണം ഈ ഡെഫിസിറ്റ് എത്രത്തോളം ആവാം,
ഡെറ്റ് സസ്റ്റൈനബിലിറ്റി, അതായത് കടം എത്രത്തോളം ഓരോ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യയെ പോലത്തെ ഒരു ഫെഡറൽ എത്രയാവാം എന്നുള്ളതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു ദ ഇഷ്യൂ റിമെയിൻസ് അൺറിസോൾവ്ഡ് ഓർ അൺസെറ്റിൽഡ് കൺക്ലൂസീവ്ലി. അതായത് തീർച്ചപ്പെടുത്തിയ ഒരു കൺക്ലൂഷനിലേക്ക് ഈ ചർച്ചകൾക്കൊന്നും ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ കടം 3 അവിടെ നിർത്താൻ പറ്റുമെന്നുള്ള പറയുന്നത് തന്നെ ന്യായമല്ലല്ലോ. കാരണം ഇത് ഒരു കൺക്ലൂസീവായിട്ടുള്ള എവിഡൻസ് ഇല്ല. മാത്രവുമല്ല, ഒരു കേന്ദ്രം അവർക്ക് ഇഷ്ടമുള്ള അതൊരു അസന്തുലിത ഇംബാലൻസ് എന്നും പറഞ്ഞാൽ അതവിടെ വിടാം. കാരണം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഇതിലേക്ക് കടക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു നെറേറ്റീവ് എത്രത്തോളം പ്രീഡോമിനൻ്റായി കേരളത്തിൽ, ഞാൻ ഈ LDF ഗവൺമെൻറ് ഭാഗമായി പ്രവർത്തിച്ച ആൾക്കാർ പോലും പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു സങ്കടം അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ്, കടത്തിനെക്കുറിച്ച് കുറച്ച് ഡിഫെൻസീവ് ആയിട്ടാണോ പറയുന്നത് എന്ന് തോന്നിപ്പോകുന്നു പലപ്പോഴും. അല്ല ഇല്ല. പക്ഷേ വേറൊരു കാര്യം, നമ്മളിത് ആക്ച്വലി ദിസ് എ വെരി ടൈം കൺസ്യൂമിങ് ടോപ്പിക്കാണ്. എനിക്ക് ധാരാളം ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻ മൈ വ്യൂ, ഐ വുഡ് ആർഗ്യൂ ദാറ്റ് ഇപ്പോൾ വികസിത ഭാരതം 2047 സാമാന്യ വളർച്ചാ നിരക്കനുസരിച്ച് ഈ ഓയിൽ ഷോക്ക്, മറ്റേ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം ഓയിലിൻ്റെ പ്രൈസ്, എണ്ണയുടെ വില കണ്ടമാനം കൂടി, ആ ഒരു പ്രതിഭാസം വിട്ടുകഴിഞ്ഞാൽ ഡോളറിൻ്റെ രൂപയുടെ മൂല്യം കുറച്ച് താഴോട്ട് പോയി. ഇതൊക്കെ അവഗണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ GDP ഒരു 2030-2031 ആദ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗ്ലോബൽ ലെവലിൽ, രണ്ടാമത് ചൈന, മൂന്നാമത് ഇന്ത്യ എന്നുള്ള നിലവാരത്തിൽ എത്തിയേനെ. ഇനി ചിലപ്പോൾ അത് 2030 എന്നുള്ള 2032 അല്ലെങ്കിൽ 2033 എത്താം. ഈ ഒരു വളർച്ചയിൽ ഊന്നിക്കൊണ്ടുള്ള വികസനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കമ്മി ബഡ്ജറ്റിക്ക് മാത്രമേ വഴിയുള്ളൂ. അതല്ലെങ്കിൽ 2047 വരെ ഓരോ വർഷവും റിയൽ എക്കണോമിക് ഗ്രോത്ത് അറ്റ്ലീസ്റ്റ് ഒരു 6-7%, നോമിനൽ എക്കണോമിക് ഗ്രോത്ത്, അതായത് ഇൻഫ്ലേഷൻ്റെ ഇമ്പാക്റ്റ് കൂടി നമ്മുടെ റിയൽ റേറ്റിലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നോമിനൽ എക്കണോമിക് ഗ്രോത്ത്. നോമിനൽ എക്കണോമിക് ഗ്രോത്ത് ഒരു 10% അല്ലെങ്കിൽ 11-12% ഇല്ലെങ്കിൽ 2047 ആണ്ടിൽ പോലും ചൈനയും US-ഉമായിട്ടുള്ള ഇന്നത്തെ അന്തരം നമുക്ക് കുറച്ചെങ്കിലും കുറയ്ക്കുവാൻ സാധിക്കില്ല. കാരണം ആസ് ഓഫ് നൗ നമ്മുടെ GDP-യുടെ ഒരു 4 മടങ്ങ് വലുതാണ് ചൈനയുടെ GDP. നമ്മുടെ GDP-യുടെ 6 മടങ്ങ് വലുതാണ് US-ൻ്റെ GDP. പറഞ്ഞു വരുന്നത്, കേന്ദ്ര ഗവൺമെൻറ് കണക്കുകൾ തന്നെ അത് തെളിയിക്കുന്നു. അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീക്കിയിരിപ്പ് കഴിഞ്ഞ 4-5 വർഷത്തെ ബജറ്റ് കൊണ്ട് നല്ലവണ്ണം കൂട്ടി. നല്ലൊരു കാര്യമാണ് കൂട്ടാൻ സാധിച്ചത്. GDP-യുടെ 1% മാത്രം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരുന്ന കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ ബഡ്ജറ്റ് അവസാനം ഈ വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റ് വരെയെങ്കിലും 3% ഓഫ് GDP സ്പെൻഡ് ചെയ്യാനായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. 12 ലക്ഷം കോടി. കഴിഞ്ഞ വർഷം 11 ലക്ഷം കോടിയായിരുന്നു. അതിനു മുമ്പും 7.5 ലക്ഷം എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹയർ അലൊക്കേഷൻ ഫോർ കാപ്പെക്സ് കേന്ദ്രത്തിന് സാധിച്ചത്, വിച്ച് ഐ ബിലീവ് ഇസ് എ ഗുഡ് തിങ്, ഈസ് ബിക്കോസ് ഡെഫിസിറ്റ് 3%, കോവിഡിൻ്റെ ആഘാതമെല്ലാം കഴിഞ്ഞു. 3% കൊണ്ടുവന്നിരുന്നെങ്കിൽ എങ്ങനെ ഈ വലിയ ഒരു അലൊക്കേഷൻ ഫോർ കാപ്പെക്സ് സാധിക്കുമേ ഇല്ലായിരുന്നു കേന്ദ്രത്തിന് പോലും. അതുകൊണ്ട് എസ്പെഷ്യലി കേരളത്തെ പോലത്തെ സംസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത് ഒരു പാപമല്ല. ഡെഫിസിറ്റ് ഫിനാൻസിങ് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്ത
ഒരു മീൻസ് ഓഫ് ഫൈനാൻസിങ് ആണ്. വികസനത്തിന് വേണ്ടി പൈസ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിസിറ്റ് ഫിനാൻസിങ് ആവശ്യമാണ്. 3 എന്നുള്ളത് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് 3 2.5 ആയിക്കൂടെ? ദർ നോ ആൻസർ. 2.5 കുറച്ച്, അല്ലെങ്കിൽ 2, 3 എവിടുന്ന് കിട്ടി? ഇതുവരെ അതിനുള്ള ശരിക്കുള്ള ഉത്തരം കിട്ടിയിട്ടില്ല. Again, based on my experience, ധനക്കമ്മി വഴിയുള്ള വികസനം അല്ലെങ്കിൽ ധനക്കമ്മി ഒരു ബഡ്ജറ്റ് മേക്കിങ്ങിൻ്റെ പാർട്ടായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയും. 3 കണ്ടീഷൻസ് മാത്രം. 1, ധനക്കമ്മി നികത്താനായിട്ട് നോട്ടടിക്കരുത്. നമ്മൾ നിർത്തി. ഇന്ത്യ ഡെഫിസിറ്റ് ഫിനാൻസിങ് നോട്ടടി വഴി, അതായത് യു ക്യാൻ ഓൾസോ എത്രയാണോ കമ്മി അത്രയും നോട്ട് സെൻട്രൽ ബാങ്കിന് അടിച്ചു കഴിഞ്ഞാൽ ഈ കമ്മി നികത്താൻ പറ്റും. 1998 ശേഷം ഇന്ത്യ ഗവൺമെൻറ്റോ റിസർവ് ബാങ്കോ ധനക്കമ്മി നികത്താനായിട്ട് കറൻസി പ്രിൻറ്റിങ് ഇപ്പോൾ ചെയ്യുന്നില്ല. എന്താ ചെയ്യുന്നത്? മാർക്കറ്റ് വഴിയുള്ള ബോറോയിങ്. മാർക്കറ്റ് വഴി ബോറോ ചെയ്യുമ്പോൾ എന്തായാലും അതിലെന്തെങ്കിലും അപാകത അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ദൂഷിതമായ വശങ്ങളുണ്ടെങ്കിൽ മാർക്കറ്റ് തന്നെ അത് തിരുത്തുകയും ചെയ്യും. മാർക്കറ്റ് ഈ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല, മാർക്കറ്റ് ഈ സെക്യൂരിറ്റീസ് വാങ്ങില്ല. അവിടെയാണ് 18 പകരം പക്ഷെ മാർക്കറ്റ് എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 18 മതി എന്ന് പറഞ്ഞപ്പോൾ 25, 26 സ്റ്റേറ്റ് ഗവൺമെൻറ് ലോണാണെങ്കിൽ ഞങ്ങളെടുക്കാം, സെൻട്രൽ ഗവൺമെൻറ് ജീസൊക്കെ ആണെങ്കിൽ ഞങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ബോറോയിങ് വഴി ഫിസിക്കൽ ഡെഫിസിറ്റ് മീറ്റ് ചെയ്യണം. രണ്ടാമത്തത്, ഇഫ് ദ ഡെഫിസിറ്റ് ഈസ് ഫിനാൻസ് ത്രൂ ബോറോയിങ്സ് ആൻഡ് ഈസ് ഇൻ ഹോം കറൻസി. ലോകത്തിൽ ഈ അടുത്ത കാലത്തും നേരത്തെയും ഏതെങ്കിലും രാജ്യം കടം കൊണ്ട് കൊളാപ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യങ്ങളുടെ എല്ലാം പ്രശ്നം അവരുടെ കടം അവരുടെ കറൻസിയിലായിരുന്നില്ല, മിക്കവാറും US ഡോളറിലായിരുന്നു. ശ്രീലങ്കയിൽ സംഭവിച്ചതാണ്. അർജൻറ്റീനയിലും കോൺസ്റ്റൻ്റ് ആയിട്ട്, അർജൻറ്റീന ആക്ച്വലി എവറി 5 years അവർക്കൊരു ക്രൈസിസ് ഉണ്ട്. ബിക്കോസ് ആ ഡെറ്റ്, ആ കടം ഫിസിക്കൽ ഡെഫിസിറ്റിന് വേണ്ടിയാണെങ്കിൽ പോലും ആ കടം ഈസ് നോട്ട് ഡിനോമിനേറ്റഡ് ഇൻ അർജൻറ്റീൻ പീസോ. എന്താ അർജൻറ്റീൻ പീസോ ഫോറിൻ കറൻസിയാണ്. മൂന്നാമത്തത്, ഈ സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കറിയാം, ഗവൺമെൻറ് ഡെറ്റിൻ്റെ സർവീസിങ്, ഇഫ് യു ഫോളോ ഡോമർ പ്രിൻസിപ്പിൾ എന്നൊരു പ്രിൻസിപ്പിളുണ്ട്. അതായത് ഗവൺമെൻറ് ഡെറ്റിന് വേണ്ടി, ധനക്കമ്മിക്ക് വേണ്ടി എടുത്ത കടത്തിന് കൊടുക്കുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതൽ വളർച്ചാ നിരക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കടം സസ്റ്റൈനബിളാണ്. ഒന്നുകൂടി ഈ പറഞ്ഞതിലൊരു ഒരു ഇത് വന്നു. നമ്മുടെ പലിശ വളർച്ചാ നിരക്ക് കടത്തിന് കൊടുക്കുന്ന പലിശ നിരക്കിനേക്കാളും കൂടി നിന്നു കഴിഞ്ഞാൽ ആ കടം സർവീസ് ചെയ്യുന്നതിൽ നമുക്ക് ആശങ്ക വേണ്ട. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇതിലെന്തെങ്കിലും ഒരു അപാകതയോ വല്ലതും ഉണ്ടെങ്കിൽ പിന്നീട് ചോദ്യമോ അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് എൻ്റെ ഇമെയിൽ ID ഒക്കെ ഷെയർ ചെയ്യാം. അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും.